ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ ഇന്ന് രാത്രിക്കാലം നിങ്ങളോടൊരു ദൈവശബ്ദം കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ലൈഫിൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ്. ഒരാമേൻ പറയാമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇതിനെ സ്വീകരിക്കുക. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്കൊരനുകൂലമായിട്ട് മാറും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും. ശദ്രക്ക്, മേശക്കോ, അബേദ്നെഗോ എന്ന് പറയുന്ന 3 അഭിഷിക്തന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഈ അഭിഷിക്തന്മാർ നിൽക്കുന്ന സാഹചര്യം ബാബേൽ പട്ടണവും അവിടുത്തെ രാജ്യാധികാരികളും എല്ലാം ഇവർക്ക് വിപരീതമായിട്ട് സംസാരിക്കുകയാണ്. അവിടുത്തെ രാജാവ് പറയുന്നു, ഇവരെ തീക്കകത്തേക്ക് ഇട്ട് കളയുക. എന്തിനായിരുന്നു പറഞ്ഞത്? ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് ഇവർ പിന്മാറുകയില്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരെ തകർത്ത് കളയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടി തീയിലേക്ക് ഈ അഭിഷക്തന്മാരെ ഇടുകയാണ്. എന്നാൽ ഈ തീയിലോട്ടിട്ട അഭിഷക്തന്മാരെ അവരെ തകർക്കാനാണ് ഇട്ടതെങ്കിൽ ആ തീ അവർക്കൊരു അനുകൂലമായിട്ട് മാറി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിന്നെ ശത്രു തകർക്കാൻ വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ നിന്റെ ലൈഫിൽ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ബാബേൽ പട്ടണം മുഴുവൻ ഇവർക്കെതിരായി സംസാരിച്ചപ്പോൾ ഈ അഭിഷിക്തന്മാർ അവരിൽ നിന്ന് പിന്മാറിയില്ല. അവരറിഞ്ഞ സത്യത്തിനകത്ത് ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഡിസിഷനുകൾക്കകത്ത് പിന്മാറരുത്. പലപ്പോഴും പരാജയം കണ്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങൾ കേട്ടതിന് വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. എങ്കിലും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഒന്ന് ഉറച്ചു നിൽക്കുക. വലിയ ദൈവപ്രവൃത്തി നമ്മൾ കാണാൻ പോവുകയാണ്. ആ അഭിഷക്തന്മാരെ തീ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തീ അവർക്കൊരു അനുകൂലമായിട്ട് മാറി. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനത്തോടും ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുമെന്ന് പറയുന്ന ശത്രു ഒരുക്കിയ പദ്ധതികൾ നിൻ്റെ ലൈഫിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.